பத்தி பேசும்போது பாத்தீங்கன்னா I was discussing with Saranya ma'am. She was telling that SAR has taken a good initiative to promote this ODOC campaign in a big way in Kerala because he is already promoting this Paralina in a very big way. So he want to promote this ODOC program also. So Dr. Jayaprakash sir has taken a good initiative to promote this ODOC program in Kerala. So we can hear some few words from Jayaprakash sir also. So thank you sir. Thanks for coming. എൻ്റെ പേര് ജയപ്രകാശ്. ഞാൻ ഹോമിയോ പ്രാക്ടീഷണറാണ്. 20 വർഷമായിട്ട് DXന്റെ കൺസൾട്ടന്റും കൂടിയാണ്. കാരണം 20 വർഷം മുമ്പ് 30 പേര് പെർ ഡേ കൊടുക്കാൻ ചീട്ടെഴുതിയ ആളാണ് ഞാൻ. 30 പേര് ഒരു ദിവസം RGGയിൽ, അത് ഒരു മാസത്തേക്ക്. അപ്പൊ അന്ന് ഡയറ്റ് തെറാപ്പി എന്നും പറഞ്ഞൊരു യൂണിറ്റ് കിട്ടുമായിരുന്നു. ആ ഡയറ്റ് തെറാപ്പി മേടിച്ചിട്ട് ഈ 30 പേർ വെച്ച് ഒരു മാസം കൊടുക്കാൻ പറഞ്ഞത് എന്തിനാണ്? 60 ഡയാലിസിസ് കഴിഞ്ഞ കിഡ്നി ഫെയിലിയർ ആയ ഒരാൾക്ക് അയാൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ഒരു 5 പേര് കൂടി എടുത്താണ് കൊണ്ടുവന്നത്. നീരൊക്കെ വന്ന് കാലും വയറും ഒക്കെ ഇട്ട് 19 വയസ്സേ ഉള്ളൂ. അപ്പൊ ഞാൻ എഴുതി കൊടുത്തത് ഇതാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ സ്പൈറൽ നോനി അങ്ങനെയുള്ള സാധനങ്ങളും കൂടി കൂട്ടത്തിൽ എഴുതി കൊടുത്തു. 1.5 മാസം കഴിഞ്ഞപ്പോ ഇയാൾ എൻ്റെ അടുത്ത് നടന്നു വന്നു. 1.5 മാസം കഴിഞ്ഞപ്പോ ഒറ്റക്ക് നടന്നു വന്ന് എൻ്റെ അടുത്ത് വിവരം ചോദിച്ചു. എന്നോട് പറഞ്ഞ് എനിക്കിപ്പോ കുഴപ്പമൊന്നും തോന്നിക്കണില്ല, അതൊക്കെ ശരിയാണ്, ഞാൻ ജോലിക്ക് പൊക്കോട്ടെ എന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് എനിക്ക് പണി? അപ്പൊ ഗോൾഡ് സ്മിത്ത് ആണ്. ഞാൻ പറഞ്ഞു ഗോൾഡ് സ്മിത്ത് ആണെങ്കിൽ എനിക്ക് പോവാം, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് താൻ വർക്ക് ചെയ്യരുത്, ഇടക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് താൻ എഴുന്നേറ്റ് ഒന്ന് നടക്കുക പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അയാൾ പണിക്ക് പോയി. അപ്പം നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ കഴിവ് എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ പ്രോഡക്റ്റ് 30 പേർ എഴുതി കൊടുക്കാനുള്ള ആ ഒരു മനസ്സും കൂടി നമുക്ക് വേണം. കാരണം 30 പേർ ഒന്നിച്ച് കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇതെങ്ങനെ കഴിക്കും? 60 ക്യാപ്സ്യൂളാണ് കഴിക്കാൻ പറഞ്ഞത്, 60. അപ്പൊ അത് കഴിച്ചാൽ അതുകൊണ്ട് ഗുണമുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പിന്നെ അവിടെ തന്നെ ആമ്പലൂര് തൃശ്ശൂർ വെച്ചൊരു ക്ലിനിക്ക് ഞാൻ നടത്താനുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം. ആ ക്ലിനിക്കിൽ വെച്ചാണിത്. അവിടെ വേറൊരു പേഷ്യന്റ് വന്ന ഒരു ദിവസം ബ്രെയിനിൽ ട്യൂമർ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞൊരു പേഷ്യന്റാണ്. അയാൾ ഒരു വീട്ടിൽ കിടന്ന് അവരുടെ ബ്രദറും അയാളുടെ ഭർത്താവും കൂടിയാണ് വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ്? ഇങ്ങനെയാണ്, ആൾക്ക് ബോധമില്ലാതെ കിടക്കാണ്, 2 ആഴ്ചയായി, ഓർമ്മയില്ല, ഒന്നുമില്ല, ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നിട്ടേക്കാണ്. അങ്ങനെ ഞാൻ പോയി അവരെ നോക്കി ഏകദേശം നമുക്ക് അവരുടെ വിവരമൊക്കെ മനസ്സിലാക്കിയിട്ട് 15 പേർ വെച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു. 7 ദിവസം കൊടുത്തപ്പോൾ ഇവർ എഴുന്നേറ്റിരുന്ന് വർത്താനം പറയാൻ തുടങ്ങി. 7 ദിവസം. നമ്മുടെ പ്രോഡക്റ്റിന്റെ കഴിവെന്താണെന്ന് ഊഹിച്ചു നോക്കിയാൽ മതി, വേറൊന്നും വേണ്ട. അങ്ങനെ ഇവർ രണ്ടാമത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഡോക്ടറെ അവര് വളരെ ആശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞു ശരിയാണ്. അപ്പൊ ഇവരെന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ഇവര് രക്ഷപ്പെടുമെന്നുള്ള ധാരണയുണ്ട്. ബ്രെയിനിൽ നിന്ന് ഒരു പീസാണ് എടുത്ത് കളഞ്ഞേക്കണത്, എങ്ങനെ രക്ഷപ്പെടാനാണ്? അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടുപോയി നോക്കിക്കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞേ ഇവര് ജീവിക്കുന്ന ആ കാലഘട്ടം വരെ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാം, അവര് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഉള്ളത് ഞാൻ അവരോട് തുറന്നു പറഞ്ഞു, അവരുടെ ഫാമിലിയിലെ ആളുകളോട്. കാരണം നമ്മളത് പറയണമല്ലോ, അല്ലെങ്കിൽ അവർ പറയുന്നത് അങ്ങേര് മരുന്ന് കൊടുത്ത് ആളെ എഴുന്നേപ്പിച്ചിട്ട് അങ്ങേര് സംഗതി അവളെ കൊന്നിട്ട് പോയെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞ് അവർ 1.5 മാസം ജീവിച്ചു. ഈ ബ്രെയിനിൽ നിന്ന് ട്യൂമർ എടുത്ത് കളഞ്ഞ ആള് ബോധമില്ലാന്ന് കിടന്ന് എഴുന്നേറ്റിരുന്ന് ഫാമിലിയിൽ പിള്ളേരും എല്ലാവരുമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന്. അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് ഒന്ന് ഊഹിച്ചു നോക്കിയാൽ മതി. ഈ DXന്റെ ഈ പ്രോഡക്റ്റ് അതിന്റെ ഒരൊറ്റ കഴിവുകൊണ്ടാണ് ഈ ഇത് മുഴുവൻ നടന്നത്, അല്ലെങ്കിൽ നടക്കണെങ്ങനെ? പിന്നെ അത് എത്ര കൊടുക്കണം, എത്ര വെച്ച് കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് കൊടുക്കാം. അല്ലാതെ 5 പേരും 3 പേരൊക്കെ കൊടുത്തിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള പേഷ്യൻസിന് കൃത്യമായിട്ട് നമ്മൾ അതനുസരിച്ച് സ്ട്രോങ് ഡോസ് കൊടുത്താൽ മാത്രമേ ആ അസുഖം അവരിൽ നിന്ന് പോവുള്ളൂ.
അപ്പൊ ഇന്നും ക്യാൻസർ, പാൻക്രിയാസിൽ ട്യൂമർ ഉള്ള ആളൊക്കെ വരുന്നുണ്ട്. അവർക്ക് 10 പേര് 15 പേരൊക്കെ വെച്ച് എഴുതി കൊടുക്കുന്നുണ്ട്. ചിലർക്ക് 20 പേര് എഴുതി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കഴിക്കണവർക്കൊക്കെ ഒരു 20 ദിവസം 25 ദിവസമൊക്കെ കഴിക്കുമ്പോൾ തന്നെ ആൾ വളരെ ഹാപ്പിയാണ്. അപ്പൊ ഇന്നിപ്പോ വേറൊരു പ്രത്യേകതയും കൂടി ഉള്ളത് സ്പൈറുലിനെ എങ്ങനെയായാലും ഒരു 10 സ്പൈറുലിന് ഒരു ദിവസം കഴിക്കാൻ പറയും നമ്മുടെ ഇതിന്റെ കൂട്ടത്തില്. അപ്പൊ അതുകൂടി കൊടുത്തു കഴിയുമ്പോൾ ആൾക്ക് പെട്ടെന്ന് ശരിയാവും. കാരണം എന്ന് വെച്ചാൽ ഈ വരുന്ന ആളുകളെല്ലാം HB 8 താഴെയുള്ളവരായിരിക്കും. 8.5 8 എന്ന് പറഞ്ഞാൽ സാധാരണ ആവശ്യമുള്ള 16ന്റെ നേരെ പകുതി. കാരണം അവരുടെ ബോഡി അക്സെപ്റ്റൻസ് കുറവായിരിക്കും എന്ത് ചെയ്താലും. അപ്പൊ ഈ സ്പൈറലിന് ചെന്ന് കഴിയുമ്പോൾ അവർ ആക്റ്റീവ് ആവും, HB വർദ്ധിക്കും. മനസ്സിലായ? അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ അവരുടെ വർക്കിനുള്ള കപ്പാസിറ്റി അവർക്ക് ബോഡിയിൽ വരും, ശരിക്കുള്ള ക്ലിയറൻസ് ബോഡിയിൽ നടക്കും. അപ്പൊ അതിന് നമ്മൾ പ്രോഡക്റ്റ് കൂടി കൊടുത്ത് ശരിക്കും അതനുസരിച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ ആൾ ഓക്കെ ആവും. പിന്നെ ഇത് പറ്റാത്ത അവസരങ്ങളും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ക്യാൻസർ തന്നെ 2nd സ്റ്റേജ് 3rd സ്റ്റേജ് അത് മോശമായ അവസ്ഥയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരോട് കാര്യം പറഞ്ഞിട്ട് പ്രോഡക്റ്റ് കഴിക്കാൻ പറയാം. രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു. കാരണം അത് നമ്മുടെ കയ്യിലല്ല, അത് ദൈവത്തിൻ്റെ കയ്യിലാണ്. അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ഈ പ്രോഡക്റ്റ് കഴിക്കുക, കൃത്യമായിട്ട് ചെയ്യുക.